ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ ഗഗനാചാരി എന്ന് പറഞ്ഞ പടം കണ്ടേക്കുവാണ്. കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ച് കിടന്ന് കുറച്ച് വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഗഗനാചാരി എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നല്ല തിയേറ്റേഴ്സിലൊന്നും ഇല്ല. അവിടെയുള്ള ആകെ 1-2 തിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ വേറെ മൂവീസ് കളിക്കുമായിരുന്നു. സോ ഗഗനാചാരി അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് എരീസ് ഫ്ലെക്സിൽ പോയിട്ട് ഞാൻ ഗഗനാചാരി കണ്ടേക്കുവാണ്. സോ ഇതൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഒരു ഇറ കാണിക്കുന്ന ഒരു പടമാണ്. 2040 കാണിക്കുന്ന ഒരു ടൈപ്പ് ഒരു പടമാണ് ഗഗനാചാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോക്ക് ഡോക്യുമെൻ്ററിയാണ്. അതായത് മോക്കായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ എടുത്തേക്കുന്ന ഒരു ഫിലിമാണ്. ആക്ച്വലി അതൊരു ജോണറാണ്. അപ്പോൾ അത് നമുക്കിപ്പം സുപരിചിതമായി വരുന്നുണ്ട്. നമ്മളൊരുപാട് ഇപ്പം എക്സ്പോസ്ഡ് ആയി വരുന്നുണ്ട് അങ്ങനത്തെ ടൈപ്പ് മോക്ക് ഡോക്യുമെൻ്ററീസ്. അപ്പോൾ അത് അങ്ങനെ ഒരു ടൈപ്പിൽ ഭയങ്കര ഒരു കിടിലമായിട്ട് എടുത്തേക്കുന്നൊരു ടൈപ്പ് പടമാണിത്. അതായത് നമ്മളിപ്പം വണ്ടറടിച്ച് പോകുന്നൊരു ടൈപ്പ് പടമാണ്. ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും എന്ന് നമ്മളെ തെളിയിച്ച് തരാൻ നമ്മുടെ അരുൺ ചന്തു എന്ന് പറഞ്ഞ ഡയറക്ടർ ആൻഡ് റൈറ്റർ. അരുൺ ചന്തുവാണ് ഡയറക്റ്റ് എഴുതിയേക്കുന്നത്. അരുൺ ചന്തുവിൻ്റെ ഒപ്പം തന്നെ ശിവ സായി എന്ന് പറഞ്ഞ ഒരാൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വിനായക അജിത്ത്. പുള്ളിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരുൺ ചന്തുവിനെ വിശ്വസിച്ച്, അതായത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് അരുൺ ചന്തുവിൻ്റെ, അദ്ദേഹത്തെ വിശ്വസിച്ച് പണം ഇറക്കിയിട്ട് ഇങ്ങനത്തെ ഒരു കിടിലൻ ഒരു എക്സ്പെരിമെൻ്റൽ എന്ന് തന്നെ പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി ചെയ്യാൻ. സോ അതിന് ധൈര്യം കാണിച്ച് ഇങ്ങനൊരു പടം നമുക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ കാണിച്ചൊരു ധൈര്യം, അത് ഈ അരുൺ ചന്തുവിന് വേണ്ടി പൈസ മുടക്കാൻ വേണ്ടി കാണിച്ച ഈ വിനായക അജിത്തിൻ്റെ ഒരു ധൈര്യത്തെ ഹാറ്റ്സ് ഓഫ്. അടിപൊളിയായിട്ടുണ്ട് മച്ചാൻ്റെ ഇത് ഇങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ നമുക്ക് കയറി വരണം. ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ എടുക്കുന്നതിനപ്പുറം ഇങ്ങനത്തെ നല്ല നല്ല എക്സ്പെരിമെൻ്റലായിട്ട് നല്ല ഇങ്ങനത്തെ മലയാള സിനിമയെ എക്സ്പ്ലോർ ചെയ്യുക. മലയാള സിനിമ നമ്മൾ ബേസിക്കലി പറയില്ല, ഇപ്പോൾ ഹോളിവുഡ് സ്റ്റൈൽ. ആക്ച്വലി ഹോളിവുഡ് അല്ല, മലയാള സിനിമയിലൊരു സൈഫൈ സാധനം അങ്ങനെ കൊണ്ടുവരണം. നമ്മൾ മലയാളം ഹോളിവുഡ് എന്ന് പറയുന്നത് അത്രയും ഒരു വൈഡ് ഏരിയ ഉണ്ടായിരുന്നു. അത്രയും ബഡ്ജറ്റ് മുടക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ടും ഹോളിവുഡിലെ പടങ്ങൾ മേക്കിംഗ് ക്വാളിറ്റി എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു. പക്ഷേ നമ്മൾ മലയാളത്തിൽ നിന്നിട്ട് മലയാളം സിനിമയെ വേറെ ലെവലിലോട്ട് വളർത്തുന്നത് ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്ന ശങ്കർ ശർമ്മ ആണ്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈന് ശങ്കരൻ AS ആണ് ചെയ്തേക്കുന്നത്. സോ ആക്ച്വലി ഇപ്പം നല്ലൊരു സൗണ്ട് എഫക്ട്സ് നല്ലൊരു ഒരു ടൈപ്പ് ഒരു തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണാം. കാരണം നല്ല രീതിയിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്കെല്ലാം നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് നമ്മൾ എന്തായാലും കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എക്സ്പ്രസ് പോയി തന്നെ കാണാൻ കാരണം എനിക്ക് അവിടെ കാണാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു തിയേറ്ററിലായിരുന്നു. അവിടുത്തെ ഒരു അനശ്വര എന്ന് പറഞ്ഞൊരു തിയേറ്ററായിരുന്നു. പക്ഷേ എനിക്ക് അത് കാണാൻ തോന്നിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു പടമാണ് ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ട് ഇപ്പം നമ്മുടെ റീലോഡ് മീഡിയയുള്ള മച്ചാനൊക്കെ പറഞ്ഞിട്ട് പണ്ട് അതിൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ട് കിടിലം പടം എന്ന് പറഞ്ഞ റിവ്യൂ കണ്ടിട്ട് ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ പോയി കാണാൻ, നല്ലൊരു സൗണ്ട് എഫക്ട്സിൽ കാണണം എന്നുള്ളത് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റ്സ് ചെയ്തേക്കുന്നത് CJ അച്ചു, അതുപോലെ തന്നെ അരവിന്ദ് മന്മഥൻ. നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ DOP ചെയ്തേക്കുന്നത് സുർജിത് S പൈ എന്ന് പറഞ്ഞ ആളാണ്. നല്ല രീതിയിലൊരു മൂഡ് ക്രിയേറ്റ്, നല്ല ഷോർട്സ് വെച്ച് ഞാൻ പറഞ്ഞ ഒരു മലയാള സിനിമയുടെ വേറെ ലെവലിലോട്ട് എത്തിക്കുന്ന ടൈപ്പ് പടം തന്നെയാണ് ഗഗനാചാരി. എല്ലാവരും പോയി കാണാം പടം. നല്ല രസത്തിൽ നല്ല സെറ്റാറിക്കലായിട്ട് നല്ല തമാശ രീതിയിൽ എടുത്തേക്കുന്ന ഒരു പടമാണ്. പിന്നെ അതിൽ അഭിനയിച്ചവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗണേഷ് കുമാർ നായികയായിട്ട് അഭിനയിച്ച നമ്മുടെ അനാർക്കലി മരക്കാർ, അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, അജു വർഗീസ്, പിന്നെ വേറെ 1-2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഗണേഷ് കുമാറിൻ്റെ പെർഫോമൻസ് ആണ്. എൻ്റെ മോൻ അങ്ങേരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് കിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ ഒരു ടൈപ്പ് സാധനം കിട്ടും എന്നുള്ളത് ഇപ്പം പുള്ളിയെ കാസ്റ്റ് ചെയ്തവരെന്നെ വിചാരിച്ചിട്ടുണ്ടല്ലേ പുള്ളി ഇത്രയും കയറി കസറും എന്നുള്ള സെറ്റപ്പൊക്കെ അത്രയും കിടിലുമായിരുന്നു. പിന്നെ ഗോകുൽ സുരേഷ്, പുള്ളിക്ക് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര നിഷ്പ്രയാസമായിട്ട് ഭയങ്കര രസത്തിലാണ് പുള്ളി ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അജു വർഗീസ് നമ്മൾ പഴയ അജു വർഗീസാണ്. ഇപ്പോഴത്തെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് അജു വർഗീസ് ഒന്നുമല്ല. പക്ക നമ്മുടെ പഴയ അജു വർഗീസ് ഉണ്ടല്ലോ. ഒരു പുള്ളിയുടെ പേര് തന്നെ വൈഭവ് എന്നാണ്. പുള്ളിയെ വിളിക്കുന്നത് വൈബ് എന്നാണ്. വൈബാണ് എല്ലാം വൈബിൽ നടക്കുന്ന അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു കിടലം. പക്ഷേ ഒരു സെറ്റാറിക്കലായിട്ട് ഭയങ്കര സെറ്റാറിക്കൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ജസ്റ്റ് ഒരു തമാശ പടം ഒരു സംഭവം കാണിക്കുന്ന അങ്ങനെ മാത്രമല്ല, അതിനൊരു
ഭയങ്കര സെറ്ററിക്കലായിട്ട് ഒരുപാട് കാര്യം പുള്ളിയുടെ ഇപ്പം അരുൺ ചന്തുവിൻ്റെ ഒരുപാട് പൊളിറ്റിക്സ് എല്ലാം നമുക്ക് പല രീതിയിൽ കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഇപ്പം അതിനകത്ത് ബീഫ് നിരോധിച്ചു, 2040 കാണിക്കുന്നത്, അതിനകത്ത് ബീഫ് നിരോധിച്ചു, അതുകൊണ്ട് തന്നെ ഗീഫ് എന്ന് പറഞ്ഞ സാധനം ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ് മച്ചാമാരെ ഒരു രക്ഷയില്ല. തുടക്കത്തിൽ തന്നെ നമുക്കിപ്പം നമ്മൾ നെഹ്റു സ്റ്റേഡിയം കാണിക്കുന്ന സാധനമുണ്ട്, ഒരു AI ജനറേറ്റഡ് ആണ്, എങ്ങനെയാണെന്ന് അറിയില്ല സംഭവം. ഈ വിഷ്വൽ എഫക്ട്സ് ചെയ്തേക്കുന്നത് വിഘ്നേഷ് നകുലൻ എന്ന് പറഞ്ഞ ആളാണ്. സംഭവം ഒരു രക്ഷയില്ല. സംഭവം നമ്മൾ ആ ഒരു പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ പടത്തിലേക്ക് ഹുക്ഡായിട്ട് അതിനകത്തേക്ക് നമ്മൾ വലിച്ചിടുന്ന ടൈപ്പ് കുറച്ച് വിഷ്വൽസ് എല്ലാം കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. ഭയങ്കര ഹുക്കാക്കാൻ രീതിയിലുള്ള സംഭവമാണ്. സോ അനാർക്കലി മരക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി നല്ല രസത്തിൽ ഇതായിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു അപ്പിയറൻസിന്, പുള്ളിക്കാരിയുടെ ഒരു ഹെയർ സ്റ്റൈലിനൊക്കെ പറ്റിയ ഒരു പക്ക, നമുക്കറിയാം ഒരു ഏലിയനാണ് ആക്ച്വലി അനാർക്കലി മരക്കാരെന്ന് പറയുന്നത്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റാണ്, ഒരുപാട് പോർട്ടൽസ് ഒക്കെ ഉണ്ട്. ഒരു ഏലിയനൊക്കെ വന്നു കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് കാണിക്കുന്നത് ആക്ച്വലി. ഇപ്പോൾ അതിൽ തന്നെ അങ്ങനെ വന്നൊരു ഏലിയനാണ് അനാർക്കലി മരക്കാരെന്ന് പറയുന്നത്. ആ ഒരു രൂപത്തിനും ആ ഒരു ഇതിനൊക്കെ നല്ല പക്കായിട്ട് ആ ഒരു ക്യാരക്ടറിന് ചേരുന്നുണ്ട് അനാർക്കലി മരക്കാരൻ. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് സൗണ്ട് കൊടുത്തേക്കുന്ന നമ്മൾ മലയാളത്തിലെ ഒരു അടിപൊളി നടിയാണ് സംഭവം. അത് കണ്ട് മനസ്സിലാക്കണം. ഭയങ്കര അത് അങ്ങനെ ഒരു സംഭവം സൗണ്ട് വന്നപ്പോൾ നമുക്ക് ആ ഒരു തിയേറ്റർ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ആകുമായിരുന്നു ചിരിച്ചിട്ട്. അത്രയും രസത്തിൽ അങ്ങനത്തെ ഒരുപാട് കോമഡീസ്, സിറ്റുവേഷണൽ കോമഡീസ്, അതുപോലെ തന്നെ അത് സന്ദർഭോചിതമായിട്ടുള്ള കോമഡീസ്, അങ്ങനെ ആ ഒരു എഴുതി ഉണ്ടാക്കിയ കോമഡീസ് ഉണ്ട്. ആ എഴുതി ഉണ്ടാക്കിയ ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരുപാട് കോമഡീസ്, അങ്ങനെ ഒരുപാട് കോമഡീസ് ആയിട്ട് ഭയങ്കര രസത്തിൽ നമ്മൾ ഹുക്ഡായിട്ട് ട്രിപ്പിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പടം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹുക്ഡായിട്ട് നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഇതൊക്കെ കാണിച്ചിട്ട് നമ്മളെ പടത്തിലോട്ട് വലിച്ചിടുകയോ ചെയ്യുന്നത്. വലിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മൂഡിലായി പോകും, ആ ഒരു വേറൊരു വേൾഡിലേക്ക്, ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഒരു 2040 ഇതാക്കുന്നത്. പിന്നെ ഈ ഗണേഷ് കുമാറിൻ്റെ ഒരുപാട് സാധനങ്ങൾ, പുള്ളി പണ്ട് കേരള പിറവിയായിരുന്നു, നവംബർ 1 കേരള പിറവിയായിരുന്നു, അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പുള്ളി നൊസ്റ്റാൾജിക്ക് ഭയങ്കര ഒരു ടിപ്പിക്കൽ സാധനമായിട്ട് നിൽക്കുന്ന ഒരു സാധനമൊക്കെ, ആ ഒരു കളരിപ്പയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവമായിട്ട് പുള്ളി മൂണിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ഒരാളാണ്. സോ അങ്ങനത്തെ ഒരു കാലഘട്ടം കാണിക്കുന്ന ഭയങ്കര രസത്തിൽ എടുത്തിരിക്കുന്ന പടം ഒരു എപ്പിക് മാസ്റ്റർ പീസ് തന്നെ മാറും. കാരണം ഇത് മലയാള സിനിമയിലെ ഒരു എപ്പിക് മാസ്റ്റർ പീസാണ്. ഇനിയിപ്പം ഒരു വരാൻ പോകുന്ന ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ് ഗഗനാചാരി എന്ന് പറഞ്ഞത്. സോ എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ പോയി കാണാം. കുറച്ച് ലിമിറ്റഡ് തിയേറ്റേഴ്സിലൊക്കെ ഉള്ളൂ. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പം ബാംഗ്ലൂരിലോട്ടൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ പുറത്തുള്ള സംഭവങ്ങളിലേക്കൊക്കെ തിയേറ്റേഴ്സിലേക്കൊക്കെ ഇറക്കുന്നതെന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം, മിസ് ചെയ്യരുത്. അപ്പം ഒരിക്കലും മിസ് ചെയ്ത സാധനം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഇത് കണ്ട് ഇപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് OTT വന്ന് അയ്യോ ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു വിഷമം എന്തായാലും വരാൻ ചാൻസ് ഉള്ള പടമാണ്. ഇത് എല്ലാവരും ദഹിക്കും, ഒരുപാട് പേർക്ക്. ഇനി ദഹിക്കാത്തവരുണ്ടോയെന്ന് അറിയില്ല ഈ കോമഡീസ് എല്ലാം. ചിലരുണ്ടാവും. ഇപ്പം എൻ്റെ അപ്പുറത്ത് ഞാൻ സിനിമ കാണാതിരുന്നപ്പോൾ അപ്പുറത്തൊരു അപ്പാപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നീറ്റ് പോയി. ചിലർക്ക് വർക്കാവുമായിരിക്കും, പക്ഷേ എനിക്ക് വർക്കായി, നല്ല രീതിയിൽ എനിക്ക് വർക്കായിട്ടുണ്ട് സംഭവം. സോ എല്ലാവരും പോയി കാണാം, ഫാമിലി ആയിട്ട് കാണാം, ഫ്രണ്ട്സായിട്ട് കാണാം. നല്ല അടിച്ച് പൊളിച്ച് നല്ല ട്രിപ്പിംഗ് ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. തിയേറ്റേഴ്സിൽ മസ്റ്റ് വാച്ചാണ്. നല്ല തിയേറ്റേഴ്സിൽ പോയി കാണാം, നല്ല സൗണ്ടും നല്ല വിഷ്വൽ ക്വാളിറ്റിയുള്ള തിയേറ്റേഴ്സിൽ കാണാം. സോ ദിസ് ഇസ് ജിൻ ജാങ്കോ. താങ്ക് യു.